ഒരു സിനിമാ നടി പീഡിക്കപ്പെട്ടിട്ട് എത്രയോ വർഷങ്ങളായി, ഇതുവരെ അതിന്റെ വിചാരണ കഴിഞ്ഞില്ല. അതിന്റെ ഇടയ്ക്ക് മീറ്റു എന്ന് പറഞ്ഞൊരു ആരോപണം വന്നു, അത് ഇതിലേ പോയി. അതുപോലെ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകും. കാരണം സാമ്പത്തികം ഉള്ളവന് കേരളത്തിൽ ഒരു നിയമം, സാമ്പത്തികം ഇല്ലാത്തവന് വേറൊരു നിയമം. പിന്നെ എങ്ങനെ നാട് നന്നാവും? മീശമാധവൻ എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഞാനെന്ന്. മീശമാധവനിൽ അഭിനയിച്ച പ്രധാന നടൻ എന്റെ ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ എന്റെ ബാപ്പയെ പോലെ കാണുന്നു എന്ന് പറഞ്ഞു. ഞാനും എന്റെ ഒരു മകന്റെ സ്ഥാനത്ത് വിളിച്ചോട്ട് സംസാരിച്ചു. ഞാൻ ഇനിയും വരും ചേട്ടനെ കാണാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമത് വന്നത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നുള്ള ചിത്രത്തിന് എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ തുകയ്ക്ക് അദ്ദേഹം സമ്മതിച്ച് എനിക്ക് അഡ്വാൻസ് നിന്ന് എന്നെ ബുക്ക് ചെയ്യുന്നു. എന്റെ 25 ദിവസമാണ് മേടിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ചിത്രം, ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സ് നടന്നില്ല. അതിന് സുബൈർ എന്നെ വിളിച്ച് പറഞ്ഞ കാരണം, ഇത് ചേംബർ ഓഫ് കൊമേഴ്സുകാർ സമ്മതിക്കുന്നില്ല. കാരണം 3.5 കോടി രൂപയിൽ കൂടുതൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന ചിത്രങ്ങൾ അനുവദിക്കുകയല്ല എന്നൊരു തീരുമാനമുണ്ട്. അതുകൊണ്ട് സമ്മതിക്കും. ഇതൊരു 10 കോടി രൂപയെങ്കിലും വരും. ഇതിൽ മോഹൻലാലും ദിലീപും പിന്നെ വേറെ ചിലരൊക്കെ അഭിനയിക്കുന്നുണ്ട്. തമിഴ് നടനായ ഒരു അർജുൻ അഭിനയിക്കുന്നുണ്ട്, എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഇവരുടെ അച്ഛനായിട്ടാണ് ചേട്ടൻ അഭിനയിക്കേണ്ടത്. ചേട്ടനല്ലാതെ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല, മറ്റൊരാളില്ല എന്ന് വ്യക്തമായിട്ട് സുബൈർ എന്റെ വീട്ടിലിരുന്ന് എന്റെ കൂരയ്ക്ക് താഴെ ഇരുന്ന് പറഞ്ഞാണ്. എന്തുകൊണ്ട് ഈ സുബൈർ എന്നെ മാറ്റി? ഞാൻ സുബൈറിനെ വിളിച്ച് ചോദിച്ചു, നേരിട്ട് വിളിച്ചു, എന്ത് പറ്റി സുബൈറെ? സുബൈർ എന്നോട് പറഞ്ഞത്, ചേട്ടാ അവര് സമ്മതിക്കുന്നില്ല. ഞാൻ ആരാണീ അവരെന്ന് വെച്ചാൽ അത് പിന്നെ ഈ ഫെഫ്ക. അമ്മയൊന്നും പറഞ്ഞില്ല കേട്ടോ, അമ്മയൊന്നും പറഞ്ഞിട്ടില്ല, അമ്മ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഫെഫ്കയേക്കാൾ വലിയ ഒന്നാം പ്രതി അമ്മയാണെന്ന്. ഞാൻ സുബൈറിനോട് ചോദിച്ചു, ഇവർക്കെന്ത് കാര്യം ഇത് പറയാൻ? ഈ ഫെഫ്കയ്ക്ക് എന്ത് കാര്യം ഇത് പറയാൻ? ഒരു സംഘടന ഒരു തൊഴിലാളിയുടെ തൊഴിലെ നിഷേധിക്കലാണോ, ഉപരോധിക്കലാണോ ഒരു സംഘടനയുടെ കർമ്മം? അതാണോ അവരുടെ നയം എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞ്, അത് അവരങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ, അവരുടെ നയം അതല്ലെന്ന് പറയുകയും അവർ അണ്ടർഗ്രൗണ്ടിലൂടെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ പലയിടത്തും വിളിച്ചന്വേഷിച്ചു, ഇങ്ങനെ ഉണ്ടോ ഒരു സംഗതി. അപ്പൊ ശരിയാണ്. എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാള അരവിന്ദൻ, ക്യാപ്റ്റൻ രാജു, ഇങ്ങനെയുള്ള പലരും ഉണ്ട്. അവരെ എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാറിൽ ഒരാൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് പോലും, അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ. അപ്പം ഇവിടുത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ സ്റ്റാർ എന്നർത്ഥം. പണ്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞല്ലേ, കരുണാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കരുണാകരൻ എന്ന് പറഞ്ഞുണ്ടാക്കിയതുപോലെ മലയാള സിനിമയിൽ ഇനി അഭിനയിക്കേണ്ടെന്ന് ഞാൻ 2 പ്രാവശ്യം തീരുമാനിച്ചാണ്. അപ്പോഴൊക്കെ പ്രേക്ഷകരുടെ കത്തും മറ്റുള്ള ചില പ്രേരണയാണ്, ചില പുരസ്കാരങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും നിന്നത്. ഇപ്പോഴും ഞാൻ ആ വക്കത്ത് നിൽക്കുകയാണ്. മലയാള സിനിമയിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ പലരെയും വിളിച്ചു ചോദിച്ച കൂട്ടത്തിൽ ഞാൻ ഈ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയെ വിളിക്കാൻ പ്ലാനിട്ടു. പക്ഷെ അദ്ദേഹത്തെ എനിക്ക് വലിയ പരിചയമില്ല. അദ്ദേഹം ഒരിക്കൽ നേരറിയാൻ CBI എന്നുള്ള ലൊക്കേഷൻ വെച്ച് എന്നെ ഇങ്ങോട്ട് ഒന്ന് പരിചയപ്പെടുകയും ഞാൻ ആവശ്യപ്പെടാതെ എനിക്കൊരു ക്യാരക്ടർ എഴുതാൻ പോവാണ്, ഈ ക്യാരക്ടറിൽ ചേട്ടനല്ലാതെ മറ്റൊരാൾ അഭിനയിക്കാൻ നിൽക്കത്തില്ല എന്ന് വരെ പറഞ്ഞ ആളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മുഖം മാറിയതായിട്ട് ഞാൻ പലരും പറഞ്ഞു കേട്ടു. ഞാൻ വിനയൻ എന്ന് പറഞ്ഞ സംവിധായകന്റെ പടത്തിൽ അഭിനയിച്ചതാണ് അവർ പറയുന്ന കുറ്റം. വിനയനെ സംബന്ധിച്ച് പലർക്കും വിപരീത അഭിപ്രായം ഉണ്ടാകാം. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറയുന്നവരുണ്ടാകാം, അല്ലെന്ന് പറയുന്നവരുണ്ടാകാം. അതെനിക്ക് പ്രശ്നമല്ല, അത് തെളിയേണ്ട കാര്യമാണ്. വിനയന്റെ പടത്തിൽ തിലകൻ അഭിനയിക്കരുത് എന്ന് പറയാൻ ആർക്കാണ് അവകാശം? ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുന്നു. അഭിനയിക്കരുതെന്ന് പറയാൻ പ്രേക്ഷകർക്കേ അവകാശമുള്ളൂ. എന്ന് നിങ്ങൾ തിലകൻ അഭിനയിക്കരുതെന്ന് പറയുന്നു, അന്ന് നിർത്താൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു നടന് തൊഴിലാണ് അവൻ അഭിനയിക്കുക എന്ന് പറയുന്നത്, പക്ഷെ കലയും കൂടാണ്, വെറും തൊഴിലല്ല. കല നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. അതില്ലാതൊരു സമൂഹം ഒരിക്കലും നല്ല രീതിയിൽ പോകില്ല. അതില്ലാതെ വരുന്നതിന്റെ കുഴപ്പം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ബോംബ് പൊട്ടുന്നു, നിരപരാധികൾ കൊല്ലപ്പെടുന്നു. ഇതെല്ലാം ഈ സിനിമ വരെ വഴിതെറ്റിയതിന്റെ ലക്ഷണമാണ്. എങ്ങനെ കൊല്ലണം, എങ്ങനെ സംഘടിക്കണം എന്നൊക്കെ സിനിമയിലൂടെ പഠിക്കാം. ഇവര് എനിക്ക് പകരം വേറെ ആളുടെ അടുത്ത് പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങി.
അത് നിർത്തിവെച്ചിട്ട് എന്നെ വിളിക്കണവർ. എനിക്ക് പകരം എടുത്തത് എന്റെ ഒരു സുഹൃത്തിന്റെ മകനാണ്, എന്റെ ഒരു വലിയ സുഹൃത്തിന്റെ മകനാണ്. ആ മകനും എന്റെ സുഹൃത്താണ്, ഞാൻ അംഗീകരിക്കുന്ന നടനുമാണ്. പക്ഷെ അദ്ദേഹം പിന്മാറേണ്ടിയിരുന്നു. പണ്ട് സുകുമാരനെ ഇതുപോലെ അമ്മ വിലക്കിയപ്പോ എനിക്ക് ഒരു ചാൻസ് വന്നു, സുകുമാരൻ അഭിനയിക്കേണ്ടതാണ്. ഷൂട്ടിംഗ് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്താണ് ഇപ്പൊ വിളിച്ചത്? അത് എന്റെ പൊന്നു ചേട്ടാ ഒന്നും പറയരുതേ, ഞങ്ങൾ സുകുമാരൻ സാറിനെ ബുക്ക് ചെയ്താണ്, അദ്ദേഹത്തെ വിലക്കിയിരിക്കുക. ഞാൻ അവിടെ ചോദിച്ചു, പറഞ്ഞു ഞങ്ങളാരും വിലക്കിയില്ല, പക്ഷെ ഇവിടെ വിലക്കിയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് പകരം ഞാൻ അഭിനയിക്കാമെന്ന് ഞാൻ സമ്മതിച്ചിട്ട് ഞാൻ പറഞ്ഞു, സുകുമാരനെ ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ, അത് കഴിഞ്ഞ് പറയാമെന്ന്. ഞാൻ സുകുമാരനെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ചേട്ടൻ അഭിനയിച്ചു, ചേട്ടൻ ഇത് വിളിച്ചു ചോദിക്കാനുള്ള മനസ്സുണ്ടായല്ലോ എന്നാ. സുകുമാരന്റെ ഭാര്യ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അവർക്കറിയാതെ ചോദിച്ചു നോക്കാം. വിനയന്റെ പടത്തിൽ അഭിനയിച്ച ഒരു സുധീറുണ്ട്, ഒരു പുതിയ നടനാണ്, വളർന്നു വരാൻ ആഗ്രഹമുള്ളൊരു നടനാണ്. 30 ദിവസം വാങ്ങിയ അയാളുടെ ഈ ക്രിസ്ത്യൻ പ്രദേശത്തിലേക്ക് ജോഷി ഒരിക്കൽ അദ്ദേഹത്തിന് ഫോൺ ചെയ്തു. ജോഷി എന്ന് പറയുന്നത് ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന സീനിയർ മോസ്റ്റ് ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പോലും പിഴച്ചു പോയിട്ടില്ല, ഒരു ഷോട്ട് പോലും പിഴച്ചു പോയിട്ടില്ല. അത്രമാത്രം ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹം ഇയാളോട് ചോദിച്ചു, നീ വിനയന്റെ പടത്തിലുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട് സർ. പ്രശ്നമായില്ലോടാ. ജോഷി പറഞ്ഞാണ്. ജോഷി ആരെ ഭയപ്പെടുന്നു? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു സംവിധായകനോടെ ഭയപ്പെടണോ ആരെങ്കിലും? ഒരു കലാകാരനാണ് സംവിധായകൻ. കലാകാരന് സ്വാതന്ത്ര്യം വേണം, മാനസികമായ സ്വാതന്ത്ര്യവും അല്ലാത്ത സ്വാതന്ത്ര്യവും വേണം, ഇന്ത്യൻ ഭരണഘടനയെ പറഞ്ഞ സ്വാതന്ത്ര്യം വേണം. ആരെങ്കിലും ഭയപ്പെട്ടൊരു പടം ചെയ്യാൻ ഒക്കില്ല. പടം ചെയ്യുന്നവൻ ഭയപ്പെടാതെ ചെയ്യണം. ആ ജോഷിയാണ് ചോദിച്ചത്, നീ വിനയന്റെ പടത്തിൽ അഭിനയിച്ചൂടാ? പ്രശ്നമായല്ലോ. ഉണ്ണികൃഷ്ണൻ തിലകനെ കട്ട് ചെയ്തു. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആള്, ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തി ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന തിലകനെ കട്ട് ചെയ്തു, പിന്നെയാണോടാ നീ ചുറ്റുപാട് നടക്കുന്നതൊന്നും നീ അറിയുന്നില്ലടാ എന്ന്. ഞങ്ങളിതൊക്കെ തീരുമാനിച്ചിരിക്കുക. ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അറിഞ്ഞതാണ്, പറഞ്ഞോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇനി ജനറൽ സെക്രട്ടറി എന്റെ മെക്കെട്ട് കയറാൻ വരരുത്. വന്നാൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും നോക്കും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശാരീരികമായി നേരിടുമെന്ന്. അത് എനിക്കും അറിയാം, ശാരീരികമായി നേരിടാൻ. അത് സംസ്കാര ശൂന്യതയായതുകൊണ്ട് ഞാൻ പറയാം, എന്റെ മെക്കെട്ട് കയറരുത്. ഇന്ദ്രൻസ് എന്ന് പറയുന്നൊരു നടനുണ്ട്. അദ്ദേഹം ഒരു നല്ല കോസ്റ്റ്യൂമറായിരുന്നു പണ്ട്. എനിക്ക് ഷൂസ് ഇട്ട് തന്നിട്ടുണ്ട്, എനിക്ക് പാന്റ് ഇട്ട് തന്നിട്ടുണ്ട്. എന്റെ മുമ്പിൽ ഇപ്പോഴും ഇരിക്കില്ല. ഞാൻ പറഞ്ഞിരുത്ത്, അവിടെ ഇരി, നീ ഇപ്പോ ഒരു നടനാണ്. ഇന്ദ്രൻസിനോട് ചോദിക്കാം, അദ്ദേഹം പറയുന്നത്. ആ ഇന്ദ്രൻസ് അണ്ണാറക്കണ്ണൻ തന്നാലായ എന്നുള്ള പടത്തിൽ ഞാൻ ഒരു ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു 2 സീൻ. അന്ന് അവിടെ വന്ന് കരയുന്നത് ഞാൻ കണ്ടു. എന്തിനാണ് അയാൾ കരയുന്നത് എനിക്ക് മനസ്സിലായില്ല. അവിടെ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് എന്തിനാ കരഞ്ഞത് അവിടെ വെച്ച്? ഞാൻ കരഞ്ഞില്ല സാറ്. ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടല്ലോ നീ കരയുന്നത്. അത് ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായതാ സാറേ, കരയാച്ചിൽ വന്നുപോയി. എന്താണ്, ഞാനൊരു 25,000 രൂപ ഞാൻ ഈ വിനയന്റെ ഇന്ന് അഡ്വാൻസ് മേടിച്ചതാണ്. അന്നേരം അവിടുന്ന് ഇവിടുന്നൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു, അഭിനയിക്കരുത്, പോയി അഭിനയിച്ചാൽ കുഴപ്പമാണ്, നിന്നെ ഉപരോധിക്കും, മറ്റാ മരിച്ചെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ജീവിക്കണ്ട ചേട്ടാ, ഞാൻ വളരെ താഴെ നിന്ന് വളർന്നു വരുന്നവനാണ്. അതിന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആൾക്കാരോട് എനിക്ക് നീതികേട്. പ്രിയ കൂട്ടുകാരെ, ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടൊരു വിഷയമാണ് സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയെപ്പറ്റി. ഈ അമ്മ എന്ന് പറയുന്ന വാക്കിനർത്ഥം ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് സ്നേഹത്തിന്റെയും കരുണയുടെയും ത്യാഗത്തിന്റെയും എല്ലാം ഒരു പരിഹാരമാണ് അമ്മയെന്ന് പറയുന്നത്. പക്ഷെ അമ്മയെന്ന് പറഞ്ഞ പേരിന് എല്ലാവിധ കളങ്കങ്ങളും ചാർത്തിയ ഒരു സംഘടനയാണ് സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ. ആ സംഘടനയ്ക്ക് ഒരു കാരണവശാൽ ആ പേരിടാൻ യോഗ്യതയേ ഇല്ല. അതിന് ഏറ്റവും നല്ല പേരെന്ന് പറയുന്നത് മാമ എന്നിടുകയാണ്. കാരണം ഈ ഇതുപോലെ സിനിമാ ലോകത്ത് നടക്കുന്ന പോലെ വൃത്തികേട് ഇന്ന് കേരളത്തിൽ ഒരിടത്തും നടക്കുന്നില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും പെണ്ണിനും എല്ലാം ഇതൊക്കെ ഒതുക്കി
തീർക്കുകയാണ്. ഈ സിനിമാ താരങ്ങൾക്ക് വേണ്ടിയാണ് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം സിനിമാ താരങ്ങൾ ആരോപണ വിധേയരാണ് ലഹരി ഉപയോഗിക്കുന്നത് പറഞ്ഞു. പക്ഷെ ഇവരെല്ലാം സംരക്ഷിക്കാൻ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും മന്ത്രിമാരും അടക്കം എല്ലാവരും ഇവരുടെ പുറകെ നിൽക്കുകയാണ്. ഇവർക്ക് എന്തും ആകാം. ഇപ്പം ഒരു ജീവിക്കാൻ വേണ്ടി ഗതികെട്ട് 100 രൂപയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പൊതി കഞ്ചാവ് അവന്റെ ഗതികേട് കൊണ്ടാണ് അവൻ വഴി നിന്ന് വിൽക്കുന്നത്. അവന്റെ ഫോട്ടോ സഹിതം പിറ്റേ ദിവസം മാധ്യമത്തിൽ മുഴുവൻ വരും. അവന്റെ കുടുംബത്തിന്റെ ചരിത്രം അടക്കം എല്ലാ മാധ്യമങ്ങളും ഒരാഴ്ചത്തിന് ആഘോഷിക്കും. പക്ഷെ ഇവരെല്ലാം പ്രമുഖരാണ്. അപ്പൊ അമ്മയുടെ സെക്രട്ടറി സിദ്ദിഖ് മികച്ച നടനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ നടന്റെ വാക്കുകളും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ആരാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് ഈ കമ്മീഷൻ അറിയിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത്. ഞാൻ 40ഓളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ്. ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിന്റെ എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിക്കോ അല്ലെങ്കിൽ അവർ എനിക്ക് അനുകൂലമായിട്ട് ഒരു പവർ ഗ്രൂപ്പ് എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ടോ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല. എന്റെ ഒരു സംശയം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതെനിക്ക് തോന്നുന്നത് ഒരു 10 വർഷത്തിന് മുമ്പാണ് തോന്നുന്നത്, എല്ലാ സംഘടനയിൽ നിന്നും 2 അംഗങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൈ പവർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പല സംഘടനകളിലുള്ള പല ആളുകൾ പല പ്രശ്നങ്ങൾ നേരിടുന്നു. അപ്പൊ എല്ലാ സംഘടനയിലും പെട്ട 2 പേരുള്ള ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ പ്രശ്നം കോമൺ ആയിട്ട് കേൾക്കാനും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും ഈ കമ്മിറ്റിക്ക് സാധിക്കും എന്നുള്ള രീതിയിൽ ഒരു ഹൈ പവർ കമ്മിറ്റി മുമ്പ് രൂപീകരിച്ചു. അതും പക്ഷെ ഓരോ കാലഘട്ടങ്ങളിൽ മാറി മാറി വരുന്ന സംഘടനകളുടെ ഭാരവാഹികൾ ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. പക്ഷെ പിന്നീട് ആ ഹൈ പവർ കമ്മിറ്റി നിലവിൽ വന്നില്ല. അതിപ്പോ ഇല്ല, നിലവിലില്ല. അപ്പൊ അതിനെ വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സിനിമ ആരഭിനയിക്കണം അല്ലെങ്കിൽ ആരഭിനയിക്കേണ്ടെന്ന് ഒരു ഗ്രൂപ്പിൽ തീരുമാനിച്ചിട്ട് എങ്ങനെ ഈ ഇൻഡസ്ട്രി നടന്നു? ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങൾ ഇന്ന ആളുകളുടെ സിനിമകളാണ് ഇപ്പൊ കാണുന്നത്. ഒരു സിനിമ വിജയിക്കുമ്പോഴാണല്ലോ എപ്പോഴും ഒരു താരത്തിന്റെ പുറകെ അല്ലെങ്കിൽ സംവിധായകന്റെ പുറകെ എപ്പോഴും നിർമ്മാതാക്കളും ജനങ്ങൾ അവരുടെ സിനിമ കാണാൻ താല്പര്യപ്പെടും. അപ്പൊ അവരെ വെച്ചിട്ട് കൂടുതൽ സിനിമകൾ ഉണ്ടാവും. അത് ഒരാൾക്കും തടയാൻ സാധിക്കില്ല, ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി നിന്നുപോകും. അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു സ്ഥലത്ത് ഒരു പവർ കമ്മിറ്റിയാണ് എല്ലാം നിർദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനൊരു മാഫിയാണെന്നൊക്കെ പറഞ്ഞാൽ മാഫിയയുടെ അർത്ഥം അറിയാഞ്ഞിട്ടാണോ? മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇതിന് പുറകിൽ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. പല സ്ഥലത്തുനിന്നും പല മേഖലകളിൽ ചോദിക്കാറുണ്ട്, ഇവിടെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടല്ലേ, അവര് തീരുമാനിക്കുന്ന പോലെയാണല്ലേ ഇൻഡസ്ട്രി നടന്നു? അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. ഞാൻ ഇത്രയും കാലം ഈ സിനിമയിൽ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയാണ്, അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല. അത് സിനിമ എന്ന് പറയുന്നത് എന്നും സിനിമ സക്സസിന്റെ പുറകെയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ്. ആ സക്സസ് ആർക്കാണ് ഉണ്ടാവുന്നത്? ആ സക്സസിന്റെ പുറകെ ബാക്കി സിനിമാക്കാർ പോവുകയാണ് ചെയ്യുക. അല്ലാതെ ഒരു പവർ ഗ്രൂപ്പിനും ഒരു സിനിമയെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ നേരത്തെ ഒരു മുൻ സെക്രട്ടറി ഉണ്ടായിരുന്നു, കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് സിനിമാ നടിമാരെ മുഴുവൻ സംരക്ഷിച്ച ഒരാളുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇടവേള ബാബു. അദ്ദേഹം ഇപ്പൊ ഇടവേള എടുത്ത് വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനെ കൂടി പറ്റി പറയുന്നതും കൂടെ നമുക്കൊന്ന് കേട്ടാലോ. ശരീരം വേണമെന്ന് ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു. ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം. 1.5 ലക്ഷം രൂപയോ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം. അന്ന് 2018 ഞാൻ വാക്കുതർക്കം ഉണ്ടായി. ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി. പിന്നെ എന്റെ കാറ്റും മഴയും സിനിമ നടക്കുന്ന സമയം എന്റെ അഭിപ്രായത്തിൽ ഇതിന്റെ അകത്ത് തെറ്റ് കാണിച്ചിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും പേര് വിവരങ്ങളും മാധ്യമങ്ങളിലെല്ലാം വരണം. ഇവന്റെയൊക്കെ ഫോട്ടോ സഹിതം വരണം. ഇവന്റെയൊക്കെ മുഖംമൂടി വലിച്ചു കയറണം. എന്നാലേ ഇനി സിനിമയിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളും ഇതുപോലെയുള്ള പവർ ഗ്രൂപ്പിന്റെ പ്രവർത്തനമൊക്കെ നിൽക്കത്തുള്ളൂ. ഒരു സിനിമാ നടി പീഡിക്കപ്പെട്ടിട്ട് എത്രയോ വർഷങ്ങളായി, ഇതുവരെ അതിന്റെ വിചാരണ കഴിഞ്ഞില്ല. അതിന്റെ ഇടയ്ക്ക് മീറ്റു എന്ന് പറഞ്ഞൊരു ആരോപണം വന്നു, അത് ഇതിലേ പോയി. അതുപോലെ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകും. കാരണം സാമ്പത്തികം ഉള്ളവന് കേരളത്തിൽ ഒരു നിയമം, സാമ്പത്തികം ഇല്ലാത്തവന് വേറൊരു നിയമം. പിന്നെ എങ്ങനെ നാട് നന്നാവും?